പിതൃമോക്ഷം തേടിയെത്തിയ ആയിരങ്ങൾ നിളാനദിക്കരയിൽ ത്രിമൂർത്തികളുടെ അനുഗ്രഹത്തോടെ ബലിതർപ്പണം നടത്തി. പുലർച്ചെ 2:30 മുതലാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ബലിതർപ്പണത്തിനായി കഴിഞ്ഞ ദിവസം രാത്രി തന്നെ സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകൾ എത്തിയിരുന്നു. ത്രിമൂർത്തികളുടെ സാന്നിധ്യമുള്ളതിനാലാണ് ഇവിടെ ബലിതർപ്പണത്തിന് പ്രാധാന്യം ഏറുന്നത്. 17 കർമ്മികളാണ് ബലിതർപ്പണത്തിന് നേതൃത്വം നൽകിയത്. ഇടത്ത് ഭാഗത്തേക്ക് ഒരു പ്രാവശ്യം വെള്ളം കൊടുക്കുക, ഒരു പൂവെടുത്തേക്ക് പണെടുക്കുക, വെള്ളത്തിൽ വെക്കി അരിമണി വാരി വെള്ളം കൂട്ടി മാർക്ക് പിടിച്ച് കർമ്മ വൈകല്യ പ്രായശ്ചിത്തം. മഴയെ തുടർന്ന് നിറഞ്ഞൊഴുകിയ ഭാരതപ്പുഴ വെള്ളം കുറഞ്ഞ് ശാന്തമായതോടെ 11 പടികൾ വരെ ഉപയോഗിക്കാനായി. പോലീസും അഗ്നിരക്ഷാസേനയും മുങ്ങൽ വിദഗ്ധരും പോലീസ് വളണ്ടിയർമാരും ആരോഗ്യവകുപ്പുമെല്ലാം വൻ സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയിരുന്നത്. കോയമ്പത്തൂർ ഭക്തഭജന സമിതി പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു. 2 ദിവസങ്ങളിലായി നടന്നു വരുന്ന ബലിതർപ്പണവും കാലവർഷവും കാരണം കഴിഞ്ഞ വർഷത്തെ തിരക്ക് ഇത്തവണ ഉണ്ടായിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, തിരൂർ. നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.